ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എസ്റ്റിമേഷൻ ആൻഡ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ചില അഡീഷണൽ ഏരിയാസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി അനലൈസിസ് ഓഫ് വേരിയൻസ് ANOVA is carried out by using option A t-test, option B z-test, and option C chi-square test, and option D f-test. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ആൻസർ ചെയ്തേ. ഓപ്ഷൻ ഡി ആണ്. എല്ലാരും ആൻസർ ചെയ്തേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അനോവ നമ്മൾ എഫ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അനോവ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. If the expected value of an estimator is not equal to its parametric function t of theta, it is said to be a option A unbiased estimator, and option B biased estimator, and option C consistent estimator, and option D none of the above. ഓപ്ഷൻ ബി. എല്ലാരും ഒന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി വരുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ആൻ എസ്റ്റിമേറ്റർ ഈസ് നോട്ട് ഈക്വൽ ടു ദി പാരാമെട്രിക് ഫംഗ്ഷൻ. എപ്പോഴാണ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് നമ്മൾ പറയുന്നത്? എക്സ്പെക്ടഡ് വാല്യൂ ഈസ് ഈക്വൽ ടു ദി പാരാമെട്രിക് ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് നമ്മളുടെ എക്സ്പെക്ടഡ് വാല്യൂ അല്ലെങ്കിൽ നമ്മളുടെ ട്രൂ വാല്യൂ ഈക്വൽ ആണെങ്കിൽ, എക്സാക്ട്ലി ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതൊരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ആൻ എസ്റ്റിമേറ്റർ ഈസ് നോട്ട് ഈക്വൽ ടു ദി പാരാമെട്രിക് ഫംഗ്ഷൻ എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരു ബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്, ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ല. ഈ ഒരു ക്വസ്റ്റ്യനും 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ അങ്ങനെ ചെയ്ത് പോവാ. ഡൗട്ട് ഉണ്ടെങ്കിലും അറിയാവുന്ന പോലെ ആൻസർ ചെയ്ത് പോവാ. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് പോവാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി സാമ്പിൾ മീഡിയൻ ഈസ് എ ഡാഷ് എസ്റ്റിമേറ്റ് ഫോർ ദി മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ. ഓപ്ഷൻ എ അൺബയാസ്ഡ്, ആൻഡ് ഓപ്ഷൻ ബി കൺസിസ്റ്റന്റ്, ഓപ്ഷൻ സി അൺബയാസ്ഡ് ആൻഡ് കൺസിസ്റ്റന്റ്, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ഈ ഒരു ക്വസ്റ്റ്യനും 2015 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി. അറിയാവുന്ന പോലെ ആൻസർ ചെയ്യണേ. നോക്കി ശ്രദ്ധിച്ച ഈ ക്വസ്റ്റ്യന്റെ എന്താ ചോദിച്ചിട്ടുള്ളത്? നോർമൽ പോപ്പുലേഷന്റെ കേസിലാണ് ചോദിച്ചിട്ടുള്ളത്. സാമ്പിൾ മീഡിയൻ ഈസ് ഡാഷ് എസ്റ്റിമേറ്റ് ഫോർ മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ. ബി ആണോ മാം? ബി ആണോ? ഓപ്ഷൻ സി ആണോ മാം? അതെ, സി ആണ് ആൻസർ ആയിട്ട് വരാം. ആക്ച്വലി കൺസിസ്റ്റന്റ് മാത്രമല്ല, അൺബയാസ്ഡ് കൂടിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എപ്പോഴും അൺബയാസ്ഡ് ആൻഡ് കൺസിസ്റ്റന്റ് ആയിരിക്കും ഈ ഒരു പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദി ക്രെഡിറ്റ് ഓഫ് ഇൻവെന്റിംഗ് ദി മെത്തേഡ് ഓഫ് മൊമെന്റ്സ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ പാരാമീറ്റർ ഗോസ് ടു ഓപ്ഷൻ എ ആർ എ ഫിഷർ, ഓപ്ഷൻ ബി ജെ നെയ്മാൻ, ഓപ്ഷൻ സി ലാപ്ലേസ്, ആൻഡ് ഓപ്ഷൻ ഡി കാൾ പിയേഴ്സൺ. ഇതും 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ.
ഓപ്ഷൻ ഡി കാൾ പിയേഴ്സൺ. ഓപ്ഷൻ ഡി ആണോ എല്ലാവർക്കും? ഡി. എല്ലാരും ആൻസർ ചെയ്യുന്നില്ലേ? നിങ്ങൾ തെറ്റിക്കോട്ടെ, നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇനി മെസ്സേജിൽ ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി. ആൻസർ വരുന്നത് കാൾ പിയേഴ്സൺ ആണ്. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഈ മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എസ്റ്റിമേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കാൾ പിയേഴ്സൺ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എസ്റ്റിമേറ്റ് ആൻഡ് എസ്റ്റിമേറ്റർ ആർ ഓപ്ഷൻ എ synonyms, option B related to population, and option C different, and option D none of the above. Estimate and estimator are. Question നോക്കിയേ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാരും ഒന്ന് ആൻസർ ചെയ്തേ. ഓക്കെ, ആൻസർ പറയട്ടെ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എസ്റ്റിമേറ്റും എസ്റ്റിമേറ്ററും ഡിഫറെന്റ് ആണ്. എന്താണ് എസ്റ്റിമേറ്റ്? എസ്റ്റിമേറ്റ് എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് എസ്റ്റിമേറ്റ്? എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്ററോ, നമ്മൾ ആ ഒരു വാല്യൂ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എസ്റ്റിമേറ്റും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിക്ക് പോവാം. The idea of testing of hypothesis was first set forth by option A R.A. Fisher, option B J. Neyman, and option C E.L. Lerman, and option D A. Walt. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞ ഐഡിയ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കിട്ടുന്നുണ്ടോ? ആൻസർ വരുന്നത് ജെ നെയ്മാൻ ആണ്. സോ നിങ്ങൾ നോട്ടിലേക്ക് ഇതും കൂടി ആഡ് ചെയ്യുക. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് നമ്മൾ നോട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, സോ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ജെ നെയ്മാൻ ആണ്. ഓക്കെ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ടെസ്റ്റിംഗ് എച്ച് നോട്ട് that is mu equal to 1500 against mu is less than 1500 leads. Option A one-sided lower tailed test, and option B one-sided upper tailed test, and option C two-tailed test, and option D all of the above. ആക്ച്വലി ഈ ഒരു ഏരിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ്. ഇത് ഏതാ ആൻസർ എന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു കൺസെപ്റ്റ് എന്താന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗിൽ മേജർലി രണ്ട് ടൈൽഡ് ടെസ്റ്റ് ആണുള്ളത്. വൺ ടൈൽഡ് ടെസ്റ്റും ടു ടൈൽഡ് ടെസ്റ്റും. ഫസ്റ്റ് നമുക്ക് വൺ ടൈൽഡ് ടെസ്റ്റ് എന്താന്ന് നോക്കാം. ഓക്കെ, വൺ ടൈൽഡ് ടെസ്റ്റ് റെഫേഴ്സ് ടെസ്റ്റ്സ് ഫോർ ദി പോസിബിലിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ഇൻ വൺ ഡിറക്ഷൻ ഓൺലി. അതായത് നമ്മൾ ഇവിടെ ഒരു ഡിറക്ഷൻ, അതായത് ഒന്നെങ്കിൽ നമ്മൾ ഇപ്പൊ നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടു എച്ച് നോട്ട് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ അൾട്ടർനേറ്റീവ് നൾ ഹൈപ്പോത്തീസിസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എന്താണ് മ്യൂ ഈസ് ഈക്വൽ ടു 1500 എന്നാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എച്ച് വൺ ആയിട്ട് അതിന്റെ എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ എച്ച് വൺ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തത് എന്താണ് മ്യൂ ഈസ് ലെസ് ദാൻ 1500 എന്നാണ്. അതായത് ഇവിടെ ഒരു ഡയറക്ഷനിലേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് മ്യൂ 1500-നേക്കാൾ കുറവാണോ അല്ലയോ അത് മാത്രമാണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇതൊരു വൺ ഡയറക്ഷൻ ആണ്. ഇനിയിപ്പോ ഇതിന് പകരം മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1500 എന്ന് പറഞ്ഞാലും എന്താണ്
ഇവിടെ നമ്മൾ ഒരു ഡിറക്ഷനിലേ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നുള്ളൂ. അതായത് മ്യൂയുടെ വാല്യൂ 1500 കൂടുതലാണോ എന്നാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലത്തെ ടെസ്റ്റിനാണ് ഒരു വൺ ഡയറക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വൺ ടൈൽഡ് ടെസ്റ്റ് അല്ലെങ്കിൽ വൺ ടൈൽഡ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ഓക്കെ, alternative hypothesis, the parameter is either greater than or less than a certain value, not both. സോ ഇവിടെ എന്താണ്, വൺ ടൈൽഡ് ടെസ്റ്റ് ആവുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഈ ഒരു രണ്ട് സിമ്പിളിന്റെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അതായത് ഇവിടെ നമ്മൾ ഒരു ഡിറക്ഷനിൽ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഗ്രേറ്റർ ദാൻ ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ ആണോ, അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. സോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് മ്യൂ ഈസ് ഈക്വൽ ടു 100, മ്യൂയുടെ വാല്യൂ ഈക്വൽ ടു 100 എന്നാണ് നമ്മൾ നൾ ഹൈപ്പോത്തീസിസ് ആയി സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളുടെ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എന്താണ്, മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 100. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം, മ്യൂ ഈസ് ഈക്വൽ ടു 100 എന്ന് നൾ ഹൈപ്പോത്തീസിസും ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ആയിട്ട് നമുക്ക് മ്യൂ ഈസ് ലെസ് ദാൻ 100 ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു ഗ്രേറ്റർ ടു അല്ലെങ്കിൽ ലെസ് ദാൻ അങ്ങനെ ഒരു ഒറ്റ ഡിറക്ഷനിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് വൺ ടൈൽഡ് ടെസ്റ്റ്. ഓക്കെ, സോ ഈ വൺ ടൈൽഡ് ടെസ്റ്റിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ് ടൈൽഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ടൈൽഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, വൺ ടൈൽഡ് ടെസ്റ്റിൽ നമുക്ക് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഈ രണ്ട് സിമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് റൈറ്റ് ടൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്പർ ടൈൽഡ് ടെസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയാം. എന്നാൽ നമ്മൾ ലെസ് ദാൻ ആണോ, അതായത് മ്യൂയുടെ വാല്യൂ ലെസ് ദാൻ 100 ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിനെ നമ്മൾ ലെഫ്റ്റ് ടൈൽഡ് അഥവാ ലോവർ ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ വൺ ടൈൽഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ. അവിടെ ഒന്നെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഇതിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒരു ഡിറക്ഷൻ മാത്രം, നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കൂടുതലാണോ മ്യൂയുടെ വാല്യൂ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കുറവാണ് മ്യൂയുടെ വാല്യൂ, അത്ര മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനത്തെ ടെസ്റ്റിങ്ങിനെയാണ് വൺ ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ് ടൈൽഡ് ടെസ്റ്റ് അഥവാ അപ്പർ ടൈൽഡ് ടെസ്റ്റ്. ഓക്കെ, ലെസ് ദാൻ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ലെഫ്റ്റ് ടൈൽഡ് അല്ലെങ്കിൽ ലോവർ ടൈൽഡ് ടെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ടു ടൈൽഡ് ടെസ്റ്റ് എന്താ നോക്കാം. സോ ഹിയർ ടെസ്റ്റ് ഇസ് ഫോർ ദി പോസിബിലിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ഇൻ ബോത്ത് ഡിറക്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൺ ടൈൽഡ് ടെസ്റ്റിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണോ അത്രേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ ഇവിടെ ടു ടൈൽഡ് ടെസ്റ്റിലാണെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ട് കണ്ടീഷൻസും നമ്മൾ നോക്കണം. അതായത് വൺ ടൈൽഡ് ടെസ്റ്റിൽ നമ്മൾ എപ്പോഴും അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് വെച്ച് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ, അങ്ങനെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് അഥവാ റിസർച്ച് ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ടു ടൈൽഡ് ടെസ്റ്റ് ആവുമ്പോൾ നമ്മൾ ഇവിടെ ഈക്വൽ ടു അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു അങ്ങനെ ആയിരിക്കും നമ്മൾ ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുക. അതായത് നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു H0 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മ്യൂ ഈസ് ഈക്വൽ ടു 100 എന്നാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞു. എന്നാൽ ടു ടൈൽഡ് ടെസ്റ്റിലാണെങ്കിൽ നമ്മളിവിടെ H0 ഈസ് നോട്ട് ഈക്വൽ ടു 100 അങ്ങനെയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക. വൺ ടൈൽഡ് ആകുമ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ 100 സെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ നോട്ട് ഈക്വൽ ടു 100 അങ്ങനെയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുക. സോ ഇവിടെ എന്താണ്, ടു ഡിറക്ഷൻസിൽ ബോത്ത് ഡിറക്ഷനിൽ നമ്മൾ നോക്കണം. അതായത് ഈ ഒരു 100 ഈക്വൽ അല്ല മ്യൂയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നെങ്കിൽ 100 കൂടുതലാവാം അല്ലെങ്കിൽ കുറവായിരിക്കാം. സോ ഇവിടെ ബോത്ത് ഡിറക്ഷൻസും കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഇത് ടു ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വൺ ടൈൽഡ് ആണെങ്കിലോ നമുക്ക് ഓൺലി ഒരു ഡിറക്ഷൻ നോക്കിയാൽ മതി, അത് ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. ടു ടൈൽഡ് ആകുമ്പോൾ നമ്മൾ ബോത്ത് ഡിറക്ഷൻസും കൺസിഡർ ചെയ്യണം. സോ അതിൽ നോട്ട് ഈക്വൽ ടു പറഞ്ഞ സിമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ടു ടൈൽഡ് ടെസ്റ്റ് ആണെന്ന് നോക്കാം, മനസ്സിലാക്കാം. ഓക്കെ, so alternative hypothesis H1, the parameter is not equal to the value stated in H0. അപ്പൊ നമ്മൾ ടു ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ ഹൈപ്പോത്തീസിസ് എങ്ങനെയായിരിക്കും,
ഇപ്പൊ നേരത്തെ എക്സാമ്പിൾ ആണെങ്കിൽ H1 ഈസ് നോട്ട് ഈക്വൽ ടു H1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം mu ഈസ് നോട്ട് ഈക്വൽ ടു 100. അങ്ങനെയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് പോസിബിലിറ്റി ഇല്ലേ? ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ ആവാം. സോ ദാറ്റ് ഈസ് ടു ടൈൽഡ് ടെസ്റ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. H0 ഈസ് mu ഈസ് ഈക്വൽ ടു 100 ആൻഡ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ആയിട്ടുള്ള H1 mu ഈസ് നോട്ട് ഈക്വൽ ടു 100. It is used when you are interested in any difference regardless of the direction. സോ ഇവിടെ നമ്മൾ ഡിറക്ഷനെക്കാട്ടിലേറെ ഡിഫറൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ ആവാം. അതുകൊണ്ടാണ് ഇതിനെ ടു ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു വൺ ടൈൽഡ് ടെസ്റ്റിന്റെ ടു ടൈൽഡ് ടെസ്റ്റിന്റെ ഒരു സമ്മറി പോലെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഗ്രാഫ് നോക്കിയേ. ഈ ഒരു ഗ്രാഫില് ആ ഒരു ഷെയ്ഡഡ് ഏരിയ ഉണ്ടല്ലോ, ഷെയ്ഡഡ് ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഷെയ്ഡഡ് ഏരിയയിൽ H1 ട്രൂ ആവാനുള്ള പ്രോബബിലിറ്റി ആണോ അതോ ഫോൾസ് ആവാനുള്ള പ്രോബബിലിറ്റി ആണോ കാണിക്കുന്നത്? അതായത് നമുക്ക് കിട്ടിയിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് ഏരിയയിലാണ് ഉള്ളത് എങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തീസിസിനെ റിജക്ട് ചെയ്യോ ആക്സെപ്റ്റ് ചെയ്യോ? ആക്സെപ്റ്റ് ചെയ്യും. അല്ല, നമ്മൾ ഈ ഒരു ഷെയ്ഡഡ് ഏരിയയിലാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വന്നിട്ടുള്ളതെങ്കിൽ ദാറ്റ് ഈസ് H അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് അഥവാ H1 ശരിയാവാൻ ട്രൂ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് കാണിക്കുന്നത്. സോ H1 ട്രൂ എന്ന് വെച്ചാൽ എന്താണ്? നൾ ഹൈപ്പോത്തീസിസിനെ നമ്മൾ റിജക്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കിട്ടുന്നത് ഷെയ്ഡഡ് ഏരിയയിലാണ് വരുന്നത് എങ്കിൽ ആ ഒരു റെഡ് ആയിട്ട് കാണുന്നില്ലേ? സോ ആ ഒരു ഏരിയയിലാണ് വരുന്നത് എങ്കിൽ നമ്മളെ H1 അഥവാ റിസർച്ച് ഹൈപ്പോത്തീസിസ് ട്രൂ ആവാനാണ് പ്രോബബിലിറ്റി ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നൾ ഹൈപ്പോത്തീസിസ് റിജക്ട് ചെയ്യും. സോ ഫസ്റ്റ് ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റത്തെ രണ്ട് ഗ്രാഫിലും വൺ ടൈൽഡ് ടെസ്റ്റിനെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഗ്രാഫിൽ റൈറ്റ് ടൈൽ ടെസ്റ്റ് ആണ് അഥവാ അപ്പർ ലിമിറ്റ് ടെസ്റ്റ് ആണ് കാണിക്കുന്നത്. അതിൽ നമ്മൾ എന്താണ് റൈറ്റ് ടൈൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് mu is greater than the value, അതായിരിക്കും H1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു പോയിന്റിലാണ് കിടക്കുന്നത് എങ്കിൽ ദാറ്റ് മീൻസ് mu is greater than നമ്മളുടെ ആ ഒരു ക്രിട്ടിക്കൽ വാല്യൂ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നൾ ഹൈപ്പോത്തീസിസിനെ റിജക്ട് ചെയ്ത് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസിനെ അഥവാ റിസർച്ച് ഹൈപ്പോത്തീസിസിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത നോക്കിയേ, ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ്. ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് എങ്ങനെയാണ്? mu is less than the value, അപ്പോഴാണ് അതിനെ ലെഫ്റ്റ് ടൈൽ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ടൈൽ എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ്. ലെസ് ദാൻ സിമ്പിൾ വരുമ്പോഴായിരിക്കും ലെഫ്റ്റ് ടൈൽ ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഏരിയയിലാണ്, അതായത് ഈ ഒരു പോയിന്റിന് ശേഷമാണ് നമ്മളുടെ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസിന്റെ അല്ലെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് എങ്കിൽ നമുക്ക് നൾ ഹൈപ്പോത്തീസിസിനെ റിജക്ട് ചെയ്തിട്ട് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. തൽക്കാലം ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. വൺ ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ റൈറ്റ് ടൈൽ ടെസ്റ്റ് ആവാം അല്ലെങ്കിൽ ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് ആവാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ നമ്മൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് mu ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ. ഇപ്പൊ 100 ആവാം, 150 ആവാം, അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ദാറ്റ് വിൽ ബി റൈറ്റ് ടൈൽ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ്? നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കൂടുതലാണോ പോപ്പുലേഷൻ മീനിന്റെ വാല്യൂ, അത്രയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, വൺ ഡിറക്ഷൻ, ഒരു കാര്യം മാത്രം, ഒറ്റ ഡിറക്ഷനിൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് വൺ ടൈൽ ടെസ്റ്റ്
ലെസ് ദാൻ ആണോ എന്ന് നോക്കാൻ നമുക്ക് വൺ ടൈൽ ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും, അത് ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് ആയിരിക്കും. അതിന് നമ്മൾ ലെസ് ദാൻ സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ടു ടൈൽ ടെസ്റ്റ് ആണെങ്കിലോ, ടു ടൈൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂവിന്റെ ഈക്വൽ അല്ല. റൈറ്റ് ടൈല് റിജക്ട് ചെയ്യുന്നല്ലേ പറഞ്ഞത്? ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ടായിരിക്കും. ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റിന് ശേഷമാണ് നമ്മളുടെ വാല്യൂ ഉള്ളത് എങ്കിൽ, ഇവിടെ ഇപ്പൊ എന്താ നമുക്ക് അറിയേണ്ടത്, നമ്മളുടെ മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഫോർ എക്സാമ്പിൾ 100 ആണ് എന്നാണ് നമ്മൾ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ഏരിയ അല്ലെങ്കിൽ ഷെയ്ഡഡ് ഏരിയയിലാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ഈസ് മോർ പ്രോബബിൾ, ദാറ്റ് മീൻസ് ഈസ് മോർ ട്രൂ, ശരിയാണെന്നാണ് അർത്ഥം. നമുക്ക് കിട്ടിയ എച്ച് നോട്ട് ആ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിന് ശേഷമാണ് ഉണ്ടായതെങ്കിൽ ദാറ്റ് ഈസ് മോർ പ്രോബബിൾ, അല്ലെങ്കിൽ ശരിയാണെന്നാണ് അർത്ഥം. സോ നമുക്കതിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, നൾ ഹൈപ്പോത്തീസിസിനെ റിജക്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് ആണെങ്കിലോ, ലെഫ്റ്റ് ടൈൽ ടെസ്റ്റിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കുറവാണോ നമ്മളുടെ ആ ഒരു മ്യൂയുടെ വാല്യൂ എന്നാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലെഫ്റ്റ് ടൈലിലാണ് വരുന്നത് എങ്കിൽ, ഈ ഒരു ഷെയ്ഡഡ് ഏരിയയിലാണ് വരുന്നത് എങ്കിൽ, ദാറ്റ് ഈസ് എച്ച് എ ഈസ് മോർ പ്രോബബിൾ അല്ലെങ്കിൽ മോർ ട്രൂ. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എച്ച് എ ആക്സെപ്റ്റ് ചെയ്യും അഥവാ എച്ച് നോട്ട് റിജക്ട് ചെയ്യും. സോ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തീസിസിൽ വൺ ടൈൽഡ് ടെസ്റ്റും ഉണ്ട്, ടു ടൈൽഡ് ടെസ്റ്റും ഉണ്ട്. ഈ വൺ ടൈൽഡ് ടെസ്റ്റിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരു ഡിറക്ഷനിലായിരിക്കും നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ അത് ലെസ് ദാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ ഉള്ളൂ. അതായത് നമ്മൾക്ക് തന്നിട്ടുള്ള എക്സാമ്പിളിൽ എച്ച് വണ്ണിന്റെ വാല്യൂ H1 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 100 എന്നാണ് വിചാരിക്കുക. ഇറ്റ് ഈസ് എ വൺ ടൈൽഡ് റൈറ്റ് ടൈൽ ടെസ്റ്റ്. ഓക്കെ, അതായത് നമുക്ക് ഒരു കാര്യം മാത്രം, ഒറ്റ ഡിറക്ഷനിൽ മാത്രം നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ആ ഒരു വാല്യൂ ആ ഒരു 100-നേക്കാൾ കൂടുതലാണോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, സോ അതിന് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണെങ്കിൽ അത് റൈറ്റ് ടൈൽ ടെസ്റ്റ് ആയിരിക്കും, ലെസ് ദാൻ സിമ്പിൾ ആണെങ്കിൽ അത് ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് ആയിരിക്കും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ടു ടൈൽ ടെസ്റ്റ് ആണെങ്കിലോ, ടു ടൈൽ ടെസ്റ്റ് ആകുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ ഡിറക്ഷൻ ബോത്ത് ഡിറക്ഷനിൽ നോക്കണം. സോ ഈ ഒരു ടു ടൈൽ ടെസ്റ്റിൽ നമ്മൾ ഇറ്റ് ഈസ് നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മ്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 100 അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 1000. അങ്ങനെയായിരിക്കും നമ്മൾ ഒരു ടു ടൈൽ ടെസ്റ്റിന്റെ ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ നോട്ട് ഈക്വൽ ടു സിമ്പിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ടു ടൈൽ ടെസ്റ്റ് ആണ്. അവിടെ നമ്മൾ രണ്ട് ബോത്ത് ഡിറക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നോട്ട് ഈക്വൽ ടു എന്ന് വെച്ചാൽ അവിടെ എന്താണ്, ഒന്നെങ്കിൽ ഗ്രേറ്റർ ആവാം അല്ലെങ്കിൽ ലെസ് ആവാം. മറ്റൊരിടത്ത് എന്താണ്, നമുക്ക് ഒന്നെങ്കിൽ ഗ്രേറ്റർ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ലെസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഇവിടെയാണെങ്കിലോ, നോട്ട് ഈക്വൽ ടു എന്ന് വെച്ചാൽ അത് ലെസ് ആവാം ഗ്രേറ്റർ ആവാം, രണ്ടിനും പ്രോബബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ഇവിടെ ഈ ഒരു രണ്ട് സൈഡും നമ്മൾ കൺസിഡർ ചെയ്യും. അതായത് നമ്മളുടെ ആ ഒരു നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടൈലിൽ വരുവാണെങ്കിലും അല്ലെങ്കിൽ റൈറ്റ് ടൈലിൽ വരുവാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നൾ ഹൈപ്പോത്തീസിസിനെ റിജക്ട് ചെയ്തിട്ട് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഇത്ര നോക്കി മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് ഉള്ളത് അല്ലെങ്കിൽ ലെസ് ദാൻ സിമ്പിൾ ആണ് നമ്മൾ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസിന് ഉള്ളത് എങ്കിൽ ദാറ്റ് ഈസ് എ വൺ ടൈൽ ടെസ്റ്റ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണെങ്കിൽ അത് റൈറ്റ് ടൈൽ ടെസ്റ്റ് ആണ് അഥവാ അപ്പർ ടൈൽ ടെസ്റ്റ് ആണ്. ആൻഡ് ലെസ് ദാൻ സിമ്പിൾ ആണെങ്കിൽ അത് ഒരു ലെഫ്റ്റ് ടൈൽ ടെസ്റ്റ് ആണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു അങ്ങനെയാണ് വരുന്നത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തീസിസ് എങ്കിൽ ദാറ്റ് ഈസ് എ ടു ടൈൽ ടെസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ടെസ്റ്റിംഗ് എച്ച് നോട്ട് മ്യൂ ഈസ് ഈക്വൽ ടു 1500 against mu is less than 1500 is Option A. one-sided lower-tailed test, B one-sided upper-tailed test, and C two-tailed test, and D all of the above. ഇതിൽ ഏതാണ് ആൻസർ വരിക? Option A. ഓപ്ഷൻ എ ആണോ ആൻസർ വരുന്നത്?
ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ വരുന്നത്. കൺഫ്യൂഷൻ ആക്ച്വലി ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഇങ്ങനെ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് വന്നിട്ടുള്ളത് എങ്കിൽ ദാറ്റ് ഈസ് എ വൺ ടൈൽ ടെസ്റ്റ്. ഓക്കെ, നമുക്ക് ഒരു ഡിറക്ഷനിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. അതായത് ഇവിടെ നമുക്ക് ആകെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ക്രിട്ടിക്കൽ വാല്യൂ മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അഥവാ നമ്മൾ ഈ ഒരു മ്യൂയുടെ വാല്യൂ 1500 കുറവാണോ അല്ലയോ അത് മാത്രം നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതൊരു വൺ ടൈൽ ടെസ്റ്റ് ആണ്. സോ ഇങ്ങനെ ലെസ് ദാൻ സിമ്പിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡ് അഥവാ ലോവർ ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അത് മാത്രം മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ മാക്സിമം ഷോർട്ട് നോട്ട്സ് എഴുതി പോകണം കേട്ടോ. ഇങ്ങനത്തെ എക്സാമിനൊക്കെ അതാണ് ഏറ്റവും നിങ്ങൾക്ക് ഉപകാരപ്പെടുക. സോ ആൻസർ വൺ സൈഡഡ് ലോവർ ടൈൽഡ് ടെസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേനി. The minimum variance of the unbiased estimator of lambda of Poisson distribution is lambda, option A, and option B, lambda divided by n, and option C, n divided by lambda, and option D, none. ഇത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ജസ്റ്റ് നോക്കിയേ. ഇത് 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ. നിങ്ങൾക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ക്ലാസ് കിട്ടിയില്ലേ? വേറെ മോഡ്യൂളിൽ നിങ്ങൾക്ക് വരുന്നതാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ എല്ലാ ഡിസ്ട്രിബ്യൂഷന്റെയും ബൈനോമിയൽ ഒക്കെ ക്ലാസ് കിട്ടിയതല്ലേ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ ഇതിന്റെ ആൻസർ വരുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ എൻ ആണ്. സോ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്താണ്? അവിടെ മീനും വേരിയൻസും ഈക്വൽ ടു ലാംഡ ആയിരിക്കും. മീൻ ഈക്വൽ ടു വേരിയൻസ് ഈക്വൽ ടു ലാംഡ ആയിരിക്കും പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. സോ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? മിനിമം വേരിയൻസ് ഓഫ് ദി അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ്. പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയ ലാംഡയുടെ മിനിമം വേരിയൻസ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അറിയാം അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദ സാമ്പിൾ മീൻ ഈസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് ലാംഡ. സോ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന് ഈക്വൽ ആയിരിക്കും അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്. സോ നമുക്ക് ഇവിടെ വേരിയൻസ് ആണ്, സാമ്പിൾ മീനിന്റെ വേരിയൻസ് ആണ് കാണേണ്ടതെങ്കിൽ ദാറ്റ് ഈസ് വേരിയൻസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ എൻ, അഥവാ 1/n ഇൻറ്റു ലാംഡ, അങ്ങനെയും പറയാം. ഓക്കെ, ഇതൊരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആൻസർ ഇങ്ങനെ ലാംഡ ഡിവൈഡഡ് ബൈ എൻ ആയിട്ട് വരുന്നത്. ഓക്കെ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ക്ലാസ് കിട്ടിയതല്ലേ നിങ്ങൾക്ക്? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ സാമ്പിൾ ഫ്രം എ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഇ ഓഫ് എക്സ് find the method of moments estimator for theta. Option A 5, option B 9, and option C 3, and option D 7. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ മെത്തേഡ് ഓഫ് മൊമെന്റ്സിലാണ്, മൊമെന്റ്സ് എസ്റ്റിമേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ മെത്തേഡ്സ് ഓഫ് മൊമെന്റ്സ്? മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ്? അറിയാവുന്ന പോലെ ആൻസർ ചെയ്തേ. റിവൈസ് ചെയ്യണം കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട്. മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്? സാമ്പിൾ മീനെയും പോപ്പുലേഷൻ മീനെയും. ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണോ? അതെ അതെ. ഇത് ആക്ച്വലി എന്താണ്? കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടൊന്നും മനസ്സിലാവണില്ല. അത് കണ്ടാ മനസ്സിലാവുമായിരിക്കും അല്ലേ? വായിച്ചു നോക്കിയാൽ മനസ്സിലാവും.
ആക്ച്വലി നിങ്ങൾക്ക് ഇതൊക്കെ 2015-ലൊക്കെയാണ് ഈ ഏരിയയിൽ നിന്ന് ഭയങ്കരമായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളുടെ പുതിയ സിലബസ് പ്രകാരം ഈ ഏരിയക്ക് ആകെ 2 വെയിറ്റേജ് അല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോയാൽ മതി. ആ സമയത്ത് മാത്സും സ്റ്റാറ്റും മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത്ര ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ആകെ 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ട ആ അനോവയുടെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പിന്നെ കണ്ടിട്ടുള്ള പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ക്വസ്റ്റ്യനും, ആ 2 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. പ്രോബ്ലം ഒന്നും യൂഷ്വലി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ജസ്റ്റ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്താണ്? നമ്മൾ എസ്റ്റിമേഷന് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിന് എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ നമ്മൾ എങ്ങനെയാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്? എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സാമ്പിൾ വാല്യൂ ഫൈൻഡ് ചെയ്യാണ്. സോ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളുടെ സാമ്പിൾ വാല്യൂ നമ്മളുടെ പോപ്പുലേഷൻ വാല്യൂവിന് അല്ലെങ്കിൽ സാമ്പിൾ മൊമെന്റ്സ് പോപ്പുലേഷൻ മൊമെന്റ്സിന് ഈക്വൽ ആണെന്ന് കരുതിയിട്ട് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നതാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത് ബൈ ഇക്വേറ്റിംഗ് ദി സാമ്പിൾ മൊമെന്റ്സ് ടു ദി പോപ്പുലേഷൻ മൊമെന്റ്സ്. അതായത് സാമ്പിൾ മൊമെന്റ്സ് എന്താണ്? മീൻ ഉണ്ട്, വേരിയൻസ് ഉണ്ട്. ഫസ്റ്റ് മൊമെന്റ് മീൻ ആണ്. അപ്പോൾ നമ്മളിവിടെ മെത്തേഡ് ഓഫ് മൊമെന്റ്സ് അഥവാ സാമ്പിൾ മീൻ പോപ്പുലേഷൻ മൊമെന്റ്സ്, പോപ്പുലേഷൻ മീൻ അതും സാമ്പിൾ മൊമെന്റ് ആയിട്ടുള്ള സാമ്പിൾ മീനും ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എസ്റ്റിമേഷൻ ചെയ്യാം. അതിനെയാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നേ ഉള്ളൂ. സോ ഇവിടെ ആൻസർ വരെ എന്താണ്? നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാം? നമ്മളുടെ നമുക്ക് തന്നിട്ടുള്ള പോപ്പുലേഷൻ മൊമെന്റ് എന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുള്ള പോപ്പുലേഷൻ മീൻ ആണ്. അതിനെ നമ്മൾ സാമ്പിൾ മൊമെന്റ് ആയ സാമ്പിൾ മീനോട് ഈക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എസ്റ്റിമേഷൻ ചെയ്യുന്ന രീതിയാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള എന്താണ്? പോപ്പുലേഷൻ മീൻ ആയിട്ട് തന്നിട്ടുള്ളത് θ+2 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് θ+2 ആൻഡ് സാമ്പിൾ മീൻ ആയിട്ട് എത്രയാണ് തന്നിട്ടുള്ളത്? 7. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. സോ നമ്മൾ മെത്തേഡ് ഓഫ് മൊമെന്റ്സിൽ പോപ്പുലേഷൻ മൊമെന്റിനെയും സാമ്പിൾ മൊമെന്റിനെയും ഇക്വേറ്റ് ചെയ്തിട്ടാണ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി സോൾവ് ചെയ്ത ആൻസറിലേക്ക് എത്താൻ പറ്റും. θ+2 that is equal to 7. So theta is equal to 7 minus 2 and answer is 5. Okay, ആൻസർ എന്താ വരുന്നത്? 5 ആണ് ആൻസർ വരുന്നത്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇരുന്ന് നോക്കിയാൽ മതി. എന്താണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈ ഒരു പ്രോബ്ലം ഒന്നുകൂടെ ഒന്ന് ചെയ്ത് വെക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A sample of size 49 has mean 200 and known population ST 14. Test H naught, that is mu is equal to 195 at 5% level. What is the set statistic? ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫൈൻഡ് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ ആൻസർ വരുന്നത് 2.5 ആയിരിക്കും. അത് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെറ്റ് സ്കോർ കാണാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സെറ്റ് സ്കോർ അല്ലെങ്കിൽ സെറ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണുന്നത്? എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ആൻഡ് നമുക്ക് ഇവിടെ സാമ്പിൾ മീനെയും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടിയാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ അതിനെ ഒരു ഇക്വേഷനിൽ ചെറിയ ചേഞ്ച് വരുത്തണം. സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ് ബാർ എത്ര തന്നിട്ടുള്ളത്? എക്സ് ബാർ തന്നിട്ടുള്ളത് 200 ആണ്. ആൻഡ് മ്യൂയുടെ വാല്യൂ, പോപ്പുലേഷൻ മീനിന്റെ വാല്യൂ തന്നിട്ടുള്ളത് 195 ആണ്. ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ളത് സിഗ്മ ദാറ്റ് ഈസ് 14 ആണ്. ആൻഡ് എൻ ഈസ് 49. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ ഈസിലി ഫൈൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ജസ്റ്റ് അന്ന് ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ എങ്ങനെയാ വരിക? ആൻസർ Z is equal to 200 minus 195 divided by 14 divided by root of 49. That is equal to
ഇവിടെ നമ്മൾ 14 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2, ദാറ്റ് ഈസ് 2.5 ആയിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഇത് നോട്ട് ചെയ്തോ ഈ സ്ലൈഡ്? സോ നമ്മളിങ്ങനെ സെറ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്തിനാ ഫൈൻഡ് ചെയ്യുന്നത്? നമുക്ക് സെറ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെയും ക്രിട്ടിക്കൽ വാല്യൂയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ H0 ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യേണ്ടത്.